ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെണ്ണിക്കൽ ശിവക്ഷേത്രം, കോതുകുളം, വലപ്പാട്. മട്ടുപ്പാവിൽ ചെണ്ടുമല്ലി വസന്തമൊരുക്കി 5ാം ക്ലാസ്സുകാരൻ ഗൗതം ശിവ. വീടിന്റെ മട്ടുപ്പാവിൽ ചെണ്ടുമല്ലി പൂക്കൾ വിരിയിച്ച് ശ്രദ്ധേയനാവുകയാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം ശിവ. ചന്ദ്രാപ്പിനി ഈസ്റ്റ് മാങ്കര വീട്ടിൽ സുജിത്ത്, സ്റ്റെഫി ദമ്പതികളുടെ മകനായ ഗൗതം കൃഷിയോടുള്ള താല്പര്യത്തിലൂടെയാണ് വേറിട്ട മാതൃകയാകുന്നത്. എൻ്റെ പേര് ഗൗതം ശിവ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതിനെനിക്ക് ചെയ്യാൻ തയ്യും വിത്തൊക്കെ തന്നെ നല്ല അമ്മയാണ്. പിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അമ്മയും വരും. കൃഷി കുറേ കാലമായി ചെയ്ത് എനിക്ക് സ്ക്രീൻ ടൈമൊക്കെ കൂടിയപ്പോൾ എൻ്റെ നല്ലമ്മ വിത്തും പിന്നെ തയ്യൊക്കെ തന്നു. അതൊക്കെ നട്ടു വളർത്തി വലുതായപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി ഇതിലേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ ഇത് കുറേ ചെയ്ത് നല്ലമ്മ കുറേ തയ്യും വിത്തൊക്കെ എനിക്ക് തരും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് മുളപ്പിക്കും. പിന്നെ ഇതിനെനിക്ക് കുറേ തയ്യൊക്കെ നല്ലമ്മ തന്നു. ചന്ദ്രാപ്പിനി SN വിദ്യാഭവന സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം കഴിഞ്ഞ 2 വർഷമായി കൃഷിയിൽ സജീവമാണ്. വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്തുകൊണ്ടായിരുന്നു കുട്ടി കർഷകന്റെ കൃഷിയിലേക്കുള്ള തുടക്കം. പിന്നീട് പൂക്കൃഷിയിലേക്കും ശ്രദ്ധ തിരിക്കുകയായിരുന്നു. ഗൗതമിന്റെ കൃഷിയോടുള്ള താല്പര്യത്തിന് പിന്നിൽ വലിയ പ്രചോദനമായത് അമ്മൂമ്മയും മികച്ച ജൈവ കർഷകയുമായ ഷീജ ഗുരുവായൂരാണ്. അമ്മൂമ്മയിൽ നിന്ന് കൃഷിയുടെ വിവിധ രീതികൾ മനസ്സിലാക്കിയ ഗൗതം പഠനത്തോടൊപ്പം കൃഷിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു. മട്ടുപ്പാവിലൊരുക്കിയ ചെടിച്ചട്ടികളിൽ 120 ചെണ്ടുമല്ലി തൈകളാണ് ഗൗതം നട്ടുവളർത്തിയത്. പരിമിതമായ സ്ഥലത്തും ശാസ്ത്രീയമായും ജൈവ രീതിയിലും കൃഷി ചെയ്യാമെന്ന സന്ദേശമാണ് ഈ കുട്ടി കർഷകന്റെ പൂക്കൃഷി നൽകുന്നത്. സ്വന്തം അധ്വാനത്തിൽ വളർത്തിയ ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് ഗൗതത്തിന് ഏറെ സന്തോഷം പകരുന്നതായി. രാവിലെ നടന്ന ചടങ്ങിൽ KK വത്സരാജ് MLA ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ കൃഷിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ജൈവ പ്രകൃതിയിലേക്കും ആകർഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ദൗത്യമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരം തന്നെ കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. തീർച്ചയായും ഗൗതമനെ പോലെയുള്ള കൊച്ചുകുട്ടികളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിന് വലിയ ഒരു മെസ്സേജാണ് നൽകുന്നത്. തീർച്ചയായിട്ടും ഗൗതമിൻ്റെ നല്ലമ്മ എന്ന് പറയുന്ന അവനെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ് അവരുൾപ്പെടെ. പിന്നെ ഗൗതമിൻ്റെ കുടുംബവും അവൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇത്തരമൊരു പ്രവർത്തനത്തിന് എല്ലാ രീതിയിലും പ്രോത്സാഹനം നൽകിയെന്ന് ഗൗതം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ പ്രവർത്തനത്തെ നമുക്ക് മുക്തകണ്ഠം പ്രശംസിക്കുകയും അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, നാട്ടുകാർ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, വാർഡ് മെമ്പർ സാജിദ അഷ്റഫ്, കൃഷി ഓഫീസർ KA മേഘ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനേക്കാൾ മുന്നേ പച്ചക്കറി കൃഷിയിലേക്കുമൊക്കെ ചെയ്തിട്ടുണ്ട്. കോളിഫ്ലവർ, ചീര, ഇതൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. അപ്പം ചെടികൾ കിട്ടുമ്പോൾ വളരെ കൃത്യമായി തന്നെ അത് കൊണ്ടുവന്ന് വളർത്തുമ്പോൾ അത് അവൻ ഒരു പ്രസംഗ രീതിയിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ ആ വളരുമ്പോൾ അവനൊരു സന്തോഷം. അപ്പോൾ അത് കൂടുതൽ അതിലേക്ക് ഇറങ്ങുന്നതിനാൽ അവന് താല്പര്യങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതലായും അവൻ എടുത്തു പറഞ്ഞത് നല്ലമ്മയുടെ കാര്യം തന്നെയാണ്. അമ്മൂമ്മയിൽ നിന്നുള്ള ആ ഒരു പ്രചോദനം കൂടി അവനൊരു വഴികാട്ടിയായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ രീതികൾ കുട്ടികൾ കൂടുതൽ കൃഷിയിലേക്ക് വരുന്നത് ഇതൊരു പ്രചോദനമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഗൗതമനെ പോലെയുള്ള കുട്ടികൾ മറ്റ് കുട്ടികൾക്ക് വലിയ പ്രചോദനമാണ്. ഇവരുടെ കുടുംബം തന്നെ ഈ കൃഷിയുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നന്നേ ചെറുപ്പത്തിലെ ഗൗതമും ഈ കൃഷിയിലേക്ക് വരുന്നത്. അതുതന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക.